നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലെ കൈനറ്റിക്സ് ഓഫ് ഡിഫറെന്റ് ഓർഡർ റിയാക്ഷൻസ് ആണ് എടുത്തിരുന്നത്. So today we will discuss about kinetics of reversible, parallel and series reactions. So first question. An example of relaxation method of reaction rate is 2011 ഡിസംബർ നെറ്റിന് ചോദിച്ചതാണ്. ഓപ്ഷൻ എ സ്പെക്ട്രോസ്കോപ്പിക് മോണിറ്ററിംഗ് ഓഫ് പ്രൊഡക്റ്റ് കോൺസെൻട്രേഷൻ, ഓപ്ഷൻ ബി സ്റ്റോപ്പ് ഫ്ലോ ടെക്നിക്, ഓപ്ഷൻ സി ടെമ്പറേച്ചർ ജംപ് എക്സ്പെരിമെന്റ്, ഓപ്ഷൻ ഡി മെഷർമെന്റ് ഓഫ് സ്പെക്ട്രൽ ലൈൻ വിഡ്ത്ത്. റിലാക്സേഷൻ മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ടെമ്പറേച്ചർ ജംപ് എക്സ്പെരിമെന്റ് ആണ്. ആൻസറിലേക്ക് വരുന്നതിന് മുമ്പ് വാട്ട് ഈസ് എ റിലാക്സേഷൻ മെത്തേഡ് എന്ന് പറയാം. അതായത് വെരി ഫാസ്റ്റ് റിയാക്ഷൻ റേറ്റുകളുള്ള റിയാക്ഷൻസ് ലൈക്ക് ഇപ്പോൾ ന്യൂട്രലൈസേഷൻസ് റിയാക്ഷൻ, അയോണിക് റിയാക്ഷൻസ്, അതിനെല്ലാം റിയാക്ഷൻ റേറ്റ് വളരെ ഫാസ്റ്റ് ആയിരിക്കും, വെരി ഫാസ്റ്റ് ആയിരിക്കും. അത് മെഷർ ചെയ്യാനുള്ള മെത്തേഡാണ് റിലാക്സേഷൻ മെത്തേഡ്സ്. അത് മെയിനായിട്ട് 3 തരാണുള്ളത്. ടെമ്പറേച്ചർ ജംപ് മെത്തേഡ് ഉണ്ട്, ദെൻ there is pressure jump method, also there are electric jump method also is there. അപ്പോൾ ഇത് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു റിയാക്ഷൻ ആണെങ്കിലും ആ റിയാക്ഷൻ ആദ്യം ഈക്വിലിബ്രിയത്തിലായിരിക്കും. അപ്പോൾ ഈ പാരാമീറ്റേഴ്സ് ഐദർ ടെമ്പറേച്ചർ, പ്രഷർ ഓർ ഇലക്ട്രിക് ഫീൽഡ് അതിൽ അബ്രപ്റ്റ് ആയിട്ട് കൊടുക്കും. നമ്മൾ ഇപ്പോൾ വളരെ അബ്രപ്റ്റ് ആയിട്ട് ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആ ഈക്വിലിബ്രിയം ഡിസ്റപ്റ്റ് ആവും. ദെൻ ഇറ്റ് അഗെയിൻ കം ബാക്ക് ടു ദ ഈക്വിലിബ്രിയം. ആ സമയത്ത് അതിൻ്റെ റിലാക്സേഷൻ ടൈം നമ്മൾ മെഷർ ചെയ്യും. അപ്പോൾ അത്തരം വെരി ഫാസ്റ്റ് റിയാക്ഷൻ റേറ്റിനെ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് റിലാക്സേഷൻ മെത്തേഡ്സ്. അപ്പോൾ അതിൽ ടെമ്പറേച്ചർ ജംപ് എക്സ്പെരിമെന്റ് ആണ് ഇതിൻ്റെ ആൻസർ. ഇത് പ്രത്യേകിച്ച് കൂടുതൽ പറയാനില്ല. കേൾക്കുന്നില്ലേ? ഓഡിബിൾ അല്ലേ? ഓക്കെ, ഓഡിബിൾ ആണെങ്കിൽ we can move to next question. The overall rate of the following complex reaction: 2A giving A2, A plus B giving C, A2 plus C giving P plus 2A by steady state approximation would be. ഇത് 2011 ഡിസംബറിൽ തന്നെ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ എന്താണെന്നാണ്. സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ actually states that the rate of formation of intermediate is equal to rate of disappearance of intermediate.
ഇവിടെ ഒരു സീരീസ് ഓഫ് റിയാക്ഷൻസ് തന്നിട്ടുണ്ട് നമുക്ക്. 2A giving A2 with the very fast kinetic constant K1, A plus B giving C with the kinetic constant K2, A2 plus C giving P plus 2A with the kinetic constant K3. അപ്പോൾ ഇതിൻ്റെ rate of reaction എന്തായിരിക്കും? Rate of the reaction would be K3 into A2 into C. Okay. ഇനി ഇതിൽ steady state approximation യൂസ് ചെയ്ത് we have to substitute the values for A2 and C. അപ്പോൾ ആദ്യം ഫസ്റ്റ് നമ്മൾ ഈ ഇക്വേഷൻ എടുക്കുക, 2A giving A2. So on applying steady state approximation, we will get K1 into A square, which is equal to K2 into A into B. Sorry. അപ്പോൾ നമ്മൾ A2ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് ആദ്യത്തെ ഇക്വേഷൻ എടുത്ത് നോക്കുമ്പോൾ on applying the steady state approximation on A2, we will get that K1 into A square. അതവിടെ നിൽക്കട്ടെ. Now അടുത്തൊരു ഇന്റർമീഡിയറ്റ് ആണ് C. So on taking the second equation, നമുക്ക് എന്ത് എഴുതാം? K2 into A into B ആണ് d by dt of C, and K1 A square is the d by dt of A2. So applying these two equation on this equation, എന്ത് കിട്ടും? Rate is equal to K3 into A2ന് പകരം K1 A square, Cക്ക് പകരം K2 into A into B, which is equal to K1 into K2 into K3 A cube into B. So option number A is the answer. So ഇവിടെ നമ്മൾ റേറ്റ് ഇക്വേഷൻ ആദ്യം കണ്ടുപിടിച്ചു. റേറ്റ് ഇക്വേഷൻ എപ്പോഴും എന്തായിരിക്കും? It would be the rate determining step. Slow step ആയിരിക്കും rate determine ചെയ്യുന്നത്. So that is K3 into A2 into C. Then we will substitute both A2 and C by using the steady state approximation, and we will get the answer as K1, K2, K3 into A3 into B. Clear ആണല്ലോ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? Okay. So next. അടുത്ത question. The rate equation for the reaction 2AB plus B2 giving 2AB2 is given by the rate equation
K into AB into B2. A possible mechanism consistent with this rate law is. അപ്പോൾ sorry. Sorry for the interruption. അപ്പോൾ റേറ്റ് ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതിനനുസരിച്ച് ഏത് മെക്കാനിസം ആണ് ഇത് ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ആൻസർ എന്നാണ് ക്വസ്റ്റ്യൻ. So first option എന്താ 2AB plus B2 giving 2AB2. അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന റേറ്റ് ഇക്വേഷൻ K into AB into B2. ഇതാണ് തന്നിട്ടുള്ള റേറ്റ് ഇക്വേഷൻ അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനിലാണെങ്കിൽ 2AB plus B2 ആണ് സ്ലോവസ്റ്റ് സ്റ്റെപ്പായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും AB² അല്ല നമുക്ക് നമ്മുടെ ചോദ്യത്തിലുള്ള റേറ്റ് ഇക്വേഷൻ. സോ ഇതായിരിക്കില്ല ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ AB plus AB giving A2B2 ഫാസ്റ്റ് റിയാക്ഷൻ, A2B2 plus B2 giving 2AB2 അത് സ്ലോ റിയാക്ഷൻ. എപ്പോഴും സ്ലോവസ്റ്റ് സ്റ്റെപ്പാണ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്, അപ്പോൾ അതാണ് റേറ്റ് ആയിട്ട് വരിക. പക്ഷെ ഇതിൽ നോക്കുകയാണെങ്കിലും A2B2 B2 അല്ല ഈ റേറ്റ് ഇക്വേഷൻ ഉള്ളത്, അപ്പോൾ അതും അല്ല. തേർഡ് ഓപ്ഷൻ AB plus B2 giving AB3, AB3 plus AB giving 2AB2. ഇതിലെ സ്ലോ സ്റ്റെപ്പ് AB B2 ആണ്. ആ AB B2 ഇതിലുണ്ട്. സോ ദിസ് ക്യാൻ ബി ദ റൈറ്റ് ഓപ്ഷൻ. നമുക്ക് അടുത്ത ഓപ്ഷൻ കൂടി നോക്കാം. ഫോർത്ത് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ അവിടെയും AB plus B2 giving AB3 ഫാസ്റ്റ്, AB3 plus AB giving 2AB2. അപ്പോൾ സിയിലും ഡിയിലും ഒരേ ടൈപ്പ് മെക്കാനിസം ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നുണ്ട്, AB plus B2 giving AB3. പക്ഷെ സിയിൽ അത് സ്ലോ സ്റ്റെപ്പാണ്, ഡിയിൽ അത് ഫാസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ റേറ്റ് ലോ യൂസ് ചെയ്യുന്ന മോളിക്കുലാർ കോൺസെൻട്രേഷൻസ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് അല്ലെങ്കിൽ സ്ലോ സ്റ്റെപ്പായിട്ടുള്ള സ്റ്റെപ്പിൽ നിന്നാണ് നമ്മളെപ്പോഴും റേറ്റ് ലോ എടുക്കുക. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ ഡിയിലും അതേ സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ പോലും അത് ഫാസ്റ്റ് റിയാക്ഷൻ ആയതുകൊണ്ട് നമുക്കത് ഒഴിവാക്കേണ്ടി വരും. സോ സി is the answer. ഓക്കെ അല്ലേ? ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടോ? സംശയമില്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. Examine the following first order consecutive reaction rate constants in second inverse units. For each step is given above the arrow mark. So, ഒരു കോൺസിക്യൂട്ടീവ് റിയാക്ഷൻസ് 4 ഓപ്ഷനുകളാണ് തന്നിട്ടുള്ളത്. P giving Q giving R.
പലതരം വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ ക്യാൻ ബി അപ്ലൈഡ് ടു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ suppose P is giving Q, is further giving R. ഇതിനൊരു K1 ആണ് റേറ്റ് കോൺസ്റ്റന്റ്, ഈ സ്റ്റെപ്പിന്റെ റേറ്റ് കോൺസ്റ്റന്റ് K2 ആണെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ വിൽ ബി വാലിഡ് ഇഫ് K1 ഈസ് ലെസ് ദാൻ K2. അതായത് ഇത് സ്ലോ സ്റ്റെപ്പും ഫസ്റ്റ് സ്റ്റെപ്പ് സ്ലോവും സെക്കൻഡ് സ്റ്റെപ്പ് ഫാസ്റ്റും ആണെങ്കിൽ ദെൻ സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ ഇത്തരത്തിലുള്ള ഒരു കോൺസിക്യൂട്ടീവ് റിയാക്ഷനിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷനുകൾ നോക്കുക. ഫസ്റ്റ് ഓപ്ഷൻ 10⁵ ആണ് റേറ്റ് കോൺസ്റ്റന്റ്, 10�8 അടുത്ത സ്റ്റെപ്പിന്റെ റേറ്റ് കോൺസ്റ്റന്റ്. അപ്പോൾ ഇവിടെ സ്ലോ ആണ്, ഇവിടെ ഫാസ്റ്റ് ആണ്. ഓപ്ഷൻ ബി 10⁵, 10⁵3 ഫസ്റ്റ് സ്റ്റെപ്പ് ഫാസ്റ്റ് ആണ്, സോ അത് നമുക്ക് സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഇത് രണ്ടും സെയിം റേറ്റ് ആണ്, അതും സാധിക്കില്ല. ലാസ്റ്റ് വൺ 10⁵2 സ്ലോ സ്റ്റെപ്പ് ആണ് കമ്പയർഡ് ടു ദ 10�6. സോ ഓപ്ഷൻ ഡി, എ ആൻഡ് ഡി ഓൺലി ആണ് ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡിസംബറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഫോർ ദ ഫോളോയിങ് റിയാക്ഷൻ എ ഗിവിംഗ് 2B, ബി ഗിവിംഗ് C, dV by dt is given by. ഇവിടെയും നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഇന്റർമീഡിയറ്റിനെയാണ്. ഇക്വേഷൻ നമുക്ക് എഴുതാം. K1 K-1 giving 2B, B giving K2 C. So A 2B ആയി മാറി, that B is converting to C. അപ്പോൾ ഇവിടെ ഇന്റർമീഡിയറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് B ആണ്. So applying steady state approximation on B, dV by dt is equal to. ആദ്യം ഫോർമേഷൻ ഓഫ് ഇന്റർമീഡിയറ്റ് ബി നോക്കാം. എയിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്. സോ എയിൽ നിന്ന് 2B ഫോം ചെയ്യുന്നത് കൊണ്ട് 2K1 into A മൈനസ്, ഇനി റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് 2B in turn giving A ആണ്, then B giving C. അപ്പോൾ 2B ആയതുകൊണ്ട് 2 into K-1 into B square minus K2 into B. ശരിക്കും ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി ആണ്. അവിടെ ഒരു 2ന്റെ കുറവുണ്ട്. 2K1A minus 2K-1 B square minus K2 into B. Since it is A giving 2B ആയതുകൊണ്ട് we should give the stoichiometry 2. ക്ലിയർ ആണോ? ഓപ്ഷൻ ബി ആണ് ആൻസർ.
പക്ഷെ അവിടെ ഒരു 2ന്റെ കുറവുണ്ട്. K1 K minus 1 2B. So 2 into K1 into A ആണ് ഫോർവേഡ് റിയാക്ഷന്റെ. ഫോർവേഡ് റിയാക്ഷന് റേറ്റ് ഓഫ് ഫോർമേഷൻ 2 into K1 into A ആണെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷന്റെ -2 into K minus 1 into B സ്ക്വയർ ആയിരിക്കും. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് അതിന്റെ ആൻസർ. അവിടെ 2 വരും, 2 വരേണ്ടതാണ് അതിന്. Moving to next question. A reaction goes through following elementary steps: A plus B giving 2C, A plus C giving D. Assuming that the steady approximation can be applied to C, on doubling the concentration of A, the rate of production of B will increase by 2 times, 4 times, 8 times, or 2 by root 2 times. Assuming K2 into A is very much less than K minus 1 into C. So A plus B giving K1, K minus 1, 2C. A plus C giving K2 into D. ഇതിലെ റേറ്റ് ഓഫ് ഫോർമേഷൻ എങ്ങനെ എഴുതും? K1 into A into B. അപ്പൊ ആദ്യം D by dt of D എടുക്കുക. അതെന്തായിരിക്കും? K2 into A into C ആണ്. And here the intermediate is C. So dC by dt നമ്മൾ കണ്ടുപിടിക്കണം. So K1 into A1, K1 into A into B, rate of formation, 2 into K1 into A into B. Since A plus B is giving 2C, and തിരിച്ചുള്ളതിന് 2 into K minus 1 into C square plus K2 into A into C. നേരത്തെ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ തന്നെ തിരിച്ച് റിവേഴ്സിബിൾ റിയാക്ഷൻ വരുമ്പോൾ, since it is 2C, we have to apply 2K minus 1 and C square
plus k2 into a into c. ഇനി c സ്ക്വയർ പുറത്തേക്ക് എടുക്കുക. c പുറത്തേക്ക് എടുത്തു കഴിയുമ്പോൾ ബാക്കി എന്താവും? 2k minus 1 plus k2 into a. ഇവിടെ 2k1 into a into b. So c is equal to 2k minus 1 plus, sorry, divided by 2k minus 1 plus k2 into a. ഇനി നമ്മൾ ഇതിലെ കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, that is k2 into a is very much less than k minus 1 into c. അപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും? മോൾ ഭാഗം ഞാൻ മാറ്റിയാണ്. So this will become 2k1 into a into b divided by k minus 1 into c കളയാം. So k2 into a. Sorry, k2 into a കളയാം. So k minus 1 into c താഴെ വരും. So c square is equal to 2 into k1 into a into b divided by k minus 1. 2k minus 1. ഇവിടെ 2 ഉണ്ടായിരുന്നു. That 2 we can give up. So k1 into a into b divided by k minus 1. That is c square. ഇനി ഇതിനെ റേറ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? We have written that d by dt of d is actually k2 into a into c. Or c square k1 divided by k minus 1 into a into b ആണെന്ന് നമ്മൾ എഴുതിയിരുന്നു. So sorry. So c becomes k1 divided by k minus 1 whole raised to half a raised to half and b raised to half. Now assuming that a on doubling the concentration of a becomes 2a. So then k2 into a into c becomes k2 k1 divided by k minus 1 whole raised to half a raised to 3 by 2. So it is 2a raised to 3 by 2 b raised to 1 by 2. So it is 2 raised to 3 by 2. 2 raised to 3 by 2 means 2 root 2. So the answer is option D. C square പുറത്തേക്ക് എടുത്ത് എഴുതിയ സ്റ്റെപ്പ് മിസ്റ്റേക്സ് ഉണ്ട്. ഒന്നുകൂടി എഴുതണം. At the end, once more last step. Okay, one more time I will write. അടുത്ത സ്ലൈഡിലേക്ക് ഇത് എടുത്ത് എഴുതാം. So a plus b giving k1 k minus 1 to c and a plus c giving k2 into ഇതാണ് രണ്ട് ഇക്വേഷൻ. So from this we can write d by dt as k2 into a into c. ഇത് വരെ ക്ലിയർ ആണല്ലോ. ഇതിൽ നിന്ന് ഇന്റർമീഡിയറ്റ് സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ വഴി കണ്ടുപിടിക്കുമ്പോൾ എന്ത് കിട്ടും? ഫസ്റ്റ് റേറ്റ് ഓഫ് ഫോർമേഷൻ a plus b giving 2c. So 2k1 into a into b, which is equal to k minus 1 into c square plus k2 into a into c. ഇതിൽ നിന്ന് c പുറത്തേക്ക് എടുത്താൽ k minus 1 into c plus k2 into a is equal to 2k1 a into b. So c
becomes equal to 2k1 into A into B divided by k minus 1 into C plus k2 into A. Now we have given the condition that k minus 1 into C is very much larger when compared to k2 into A. So this equation becomes 2k1 into A into B divided by k minus 1 into C. So this C can go here and we can write C square is equal to 2k1 into A into B divided by k minus 1, or C is equal to 2k1 by k minus 1 whole raised to half A raised to half B raised to half. Now by substituting it here and giving the condition A on doubling the concentration becomes 2A, this equation will become k2 into 2k1 by k minus 1 whole raised to half 2 raised to 2a raised to 3 by 2. k2 into a into c അല്ലേ, അതിൽ സിയുടെ സ്ഥാനത്ത് ഇവിടെ സിയുടെ സ്ഥാനത്ത് ഈ ഇക്വേഷൻ substitute ചെയ്താൽ we will get 2a into 3 by 2 b raised to half. So we will get 2 raised to 3 by 2. That is 2 root 2. ഇത് ക്ലിയർ ആണോ? ആ 2k മൈനസ് 1 അതെനിക്ക് തെറ്റിയതാണ്. നേരത്തെ ക്വസ്റ്റ്യനിലും 2 വരുന്നില്ല. ശരിയാണ്, അത് പവർ ചെയ്ത് കൊടുത്താൽ മതി. യെസ്, കഴിഞ്ഞ പ്രോബ്ലത്തിന് 2ന്റെ ആവശ്യമില്ല. അതായത് ഇവിടെ k മൈനസ് 1 ബി സ്ക്വയറിനായിട്ട് എടുക്കുമ്പോൾ 2ന്റെ ആവശ്യം വരുന്നില്ല. ശരിയാണ്. ഇവിടെ എനിക്ക് തെറ്റിയതാട്ടോ. k മൈനസ് 1 ഇൻറ്റു ബി സ്ക്വയർ എന്ന് മതി. ഇപ്പൊ ക്ലിയർ ആണോ? ഓഡിബിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. a plus b giving 2c and 2c giving d. If steady state approximation is applicable to C, the rate of product formation of the reaction is. ഇവിടെ എന്ത് ചെയ്യണം? d by dt of d is equal to k2 into
C square ആണ്. Then ഇവിടുത്തെ intermediate C ആണ്. So rate of formation of C is equal to rate of disappearance of C ആണ്. ആദ്യം rate of formation of C എന്തായിരിക്കും? A1 into A into B. 2 C ആയതുകൊണ്ട് 2K1 into A into B. That is equal to K minus 1 into C square plus K2 into C square. So we can take out the C square, K minus 1 plus K2, 2K1 into A into B. പുറത്തേക്ക് എഴുതാണ് C square is equal to 2K1 into A into B divided by K minus 1 plus K2. Now substitute this in this equation. Down 2K1 K2 divided by K minus 1 plus K2 into A into B. So it is proportional to A into B. So option A ആണ് answer. Clear ആണോ? Okay. So next question. The decomposition mechanism of ozone is O3 giving O2 plus oxygen and O3 plus oxygen giving 2O2. If K minus 1 into oxygen is very less than K2 into ozone, then the order of the reaction with respect to ozone is. ഇവിടെയും മുമ്പ് ചെയ്ത ഓർഡർ തന്നെ ആദ്യം റേറ്റ് ഇക്വേഷൻ എഴുതുക, പിന്നീട് സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ ഓൺ ദ ഇന്റർമീഡിയറ്റ്. ഇവിടുത്തെ ഇന്റർമീഡിയറ്റ് ഓക്സിജൻ ആണ്. ഓക്സിജൻ ഇവിടെ റേറ്റ് is equal to K2 into O3 into oxygen. Then എന്ത് ചെയ്യണം? You have to apply steady state approximation on oxygen. So ആദ്യം അത് ഫോം ചെയ്യുന്ന റിയാക്ഷൻ this one. So K1 into O3, rate of formation of oxygen, rate of disintegration, K minus 1 into oxygen plus K2 into taking out oxygen from this, we will get K minus 1 into oxygen plus K2 into ozone is equal to K1 divided by K minus 1 into oxygen plus K2 into ozone. Substituting this onto this equation,
rate is equal to K2 into O3 into K1 into O3 divided by K minus 1 into O2 plus K2 into O3. Now applying this condition that K minus 1 oxygen is very less than K2O3 with a negligible amount ആയതുകൊണ്ട് ഇത് നമുക്ക് ഒഴിവാക്കാം. K1 K2 into O3 square divided by K2 into O3. O3 square വെട്ടിപ്പോയി. So O3 raised to 1. K1 K2 divided by K2 ആണ്, അപ്പോൾ അതും പോയി. K1 into O3 raised to 1. So the answer is B, 1. ഇത് ക്ലിയർ ആണോ? Okay. Then last question of the class. The gas phase decomposition of A at 1000 Kelvin follows two decomposition paths. അപ്പോൾ A എന്ന് പറയുന്ന ഒരു റിയാക്ടന്റ് പാരലൽ ആയിട്ട് രണ്ട് റിയാക്ഷൻ പ്രോസസ്സുകൾ കടന്നു പോകുന്നുണ്ട്. One giving B plus C, the another one giving P plus Q. The rate constant of B plus C is 3 per second. P plus Q തരുന്നത് 5 per second. അങ്ങനെയാണെങ്കിൽ what is the maximum theoretical percentage yield of P? So percentage yield of P. P യുടെ yield എത്രയാണെന്ന് ചോദിക്കുമ്പോൾ it is actually K2 divided by K1 plus K2 into 100. So K2 is 5, K1 plus K2, 3 plus 5 into 100. That is 5 by 8 into 100, 62.5%. Option A. Clear ആണോ? ഓക്കെ, ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഹലോ, എല്ലാവർക്കും ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? ഒന്ന് കമന്റ് ചെയ്യാവോ? ഓക്കെ, ഇന്നലെ നമ്മുടെ ഫീഡ്ബാക്ക് വായിച്ചപ്പോഴത്തേക്കും പല രീതിയിലുള്ള കമന്റ്സ് ഉണ്ടായിരുന്നു. അതിൽ മക്കളെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ കൂട്ടത്തിൽ, അതായത് അറൗണ്ട് ഒരു 9th വാട്സാപ്പ് ഗ്രൂപ്പ് റണ്ണിങ് ആണ്. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ 257 പേര് വരും. അപ്പോൾ ഒരു 2000-ന് മേലെയുള്ള കുട്ടികളുണ്ട്. അത് മലയാളീസ് ഉണ്ട്, നോൺ മലയാളീസ് ഉണ്ട്, MSc ചെയ്യുന്ന മക്കളുണ്ട്, MSc കഴിഞ്ഞിട്ട് ഉള്ള ആൾക്കാരുണ്ട്, കോച്ചിങ്ങിന് പോയിട്ടുള്ളവരുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു ക്രൗഡിനോട് സംസാരിക്കുമ്പോൾ ടീച്ചേഴ്സിന് എടുക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പഠിപ്പിച്ചു പോകുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് സാറ് വളരെ സാവധാനത്തിൽ നിങ്ങളോട് പറയുന്നത്. ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, എന്താണ്, കുറച്ച് ലാഗായി പോകുന്നു, കുറച്ചുകൂടെ സ്പീഡപ്പ് ആക്കണം. അപ്പൊ ഇങ്ങനെ ഒരു ഇന്റൻഷനും കൂടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എല്ലാവരെയും കൂടെ അക്കോമഡേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്.
നമുക്ക് വേണമെങ്കിൽ യൂഷ്വലി ക്രാഷ് ഒക്കെ നടത്തുമ്പോൾ പറ ക്വസ്റ്റ്യൻസ് ചെയ്യിച്ച് അങ്ങനെ പോവാം. അപ്പൊ അങ്ങനെ ചെയ്യിച്ച് പോയി കഴിഞ്ഞാൽ എല്ലാവരിലേക്കും എത്തത്തില്ല. അപ്പൊ പരമാവധി എല്ലാവർക്കും ഉപയോഗപ്പെടുത്തുന്ന രീതിയിലാണ് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സിനോട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ഇന്നത്തെ സാർ പ്രൊവൈഡ് ചെയ്തിട്ടില്ലായിരുന്നു അല്ലേ? ഇന്നത്തെ ക്ലാസ്സിൻ്റെ വേർഡ് ഫയൽ തന്നിട്ടില്ലായിരുന്നോ? ഇന്നലെ കൊടുത്തതിൽ ഇന്നത്തെ ഇല്ലായിരുന്നു അല്ലേ? അല്ല, നമുക്ക് നേരത്തെ തന്നിട്ടുണ്ട്. ഒരു മിനിറ്റ് മക്കളെ. യൂഷ്വലി ടീച്ചേഴ്സ് ഓക്കെ ക്ലാസ് എഫക്റ്റീവ് യൂസ്ഫുൾ ഓക്കെ താങ്ക് യു. നിങ്ങളുടെ ഫീഡ്ബാക്ക് ആണ് നമ്മുടെ എനർജി. പ്രത്യേകിച്ച് സാർ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഓരോ ദിവസവും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ക്ലാസ്സിലേക്ക് നമ്മൾ തരും. അപ്പോൾ സിലബസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം, നോ ഇഷ്യൂ. സിലബസ് എല്ലാം നമ്മൾ അതിലേക്ക് പ്രൊവൈഡ് ചെയ്യാം. നമ്മുടെ ആപ്പ് ഒന്ന് സെറ്റ് ആകുമ്പോഴത്തേക്കും നിങ്ങൾ എടുക്കുന്ന ക്ലാസ്സുകൾ പിന്നെ അതിന്റെ സൊല്യൂഷൻസ് പരമാവധി വേഗത്തിലേക്ക് അതിൽ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കാം. പിന്നെ നമ്മുടെ എന്താണ് ടീച്ചേഴ്സ് തരുന്ന ബുള്ളറ്റ് പോയിന്റ്സ് എല്ലാം നമ്മൾ അതിലേക്ക് എത്തിക്കും. അപ്പോൾ അതിന് ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു ടൈം മാത്രമാണ് നമുക്ക് വേണ്ടത്, ഒരു 3-4 days. ഓക്കെ, അതുകൊണ്ട് നമ്മൾ അത് സെറ്റാക്കി തരാം. പിന്നീട് നമുക്ക് ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ക്ലാസ്സുകൾ കൂടുതൽ വേണ്ടി വരും കേട്ടോ. നമ്മുടെ ഷെഡ്യൂളിൽ നമ്മുടെ പരമാവധി സിലബസ് കവർ ചെയ്യണമെങ്കിൽ, അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, കംപ്ലീറ്റ് സിലബസ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യത കൂടും. ഓക്കെ, നമുക്ക് ഇവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ക്വാളിഫൈ ചെയ്യണം, എന്തെങ്കിലും ഗുണം ഉണ്ടാവണ്ടേ. അപ്പോൾ ആ സെഷൻസ് ഒക്കെ നിങ്ങൾ മെന്റലി പ്രിപ്പയർ ആയിട്ട് ഇരിക്കുക. ഇപ്പോൾ സാർ എടുത്തിരിക്കുന്നത് ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ നിങ്ങൾക്ക് ശനിയും ഞായറും ഫേസ് ചെയ്യേണ്ടി വരുന്നത് 100 അറൗണ്ട് അത്രത്തോളം ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ അതൊന്ന് പ്രിപ്പയർഡ് ആയിരിക്കണം മെന്റലി. അപ്പോൾ നിങ്ങളുടെ ലൈവ് പാർട്ടിസിപ്പേഷൻസ് എന്നും ഉണ്ടാവട്ടെ. നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ഇതിനൊരു പ്രിപ്പറേഷൻസ് കൂടെയൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് നടത്തിക്കോളൂ കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ പോയിട്ട് സാറിന്റെ ആ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കൂടുതൽ പ്രാക്ടീസ് ചെയ്തിട്ട് നാളെ സാർ എടുക്കുന്ന ഏരിയ ടൈം ടേബിളിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് വായിച്ചിട്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് അവസാനിപ്പിക്കാം. താങ്ക് യു. എങ്ങനെയാണ് ക്ലാസ് റെക്കോർഡിങ്സ് ആക്സസ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് നാളെ സുഹൈബ് സാർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. താങ്ക് യു സോ മച്ച്.